സാക്ഷാൽ ഭഗവതി തന്നെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇപ്പൊ എന്താ സംശയം? ഗോപാൽജി എങ്ങോട്ടാ? നമ്മുടെ DSP ചെറിയാൻ ഒരു ട്രാൻസ്ഫർ വേണം. അതിന് മിനിസ്റ്ററെ കാണേണ്ട കാര്യമില്ല, SP അയച്ചാ മതി. എന്താ സാവിത്രി കുട്ടി ഇങ്ങനെയൊക്കെ ആയാൽ ജീവിതത്തിലൊരു അർത്ഥം വേണ്ടേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ജീവിക്കാൻ എന്ത് സൗകര്യം ഉണ്ടായാലും സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ എന്റെ സ്വന്തം കാലിലാണല്ലോ നിക്കണത്. ഞങ്ങള് രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ കാലല്ല. അന്യ ആശ്രയം കൂടാതെ ജീവിക്കുക. അതിനെന്ത് വേണം? ഒരു ഉദ്യോഗം വേണം. ആവശ്യം വരുമ്പോ അറിയിക്കാം. സാവത്രി കുട്ടിയുടെ കാര്യത്തിന് സ്ട്രെങ്ത് പോരാ, STD തന്നെ വേണം. ഞാൻ ദേവന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറിയ 30 ദിവസത്തിനകം ദേവനെ വിട്ടിരിക്കും. അപ്പൊ അറിയാം എന്റെ ഇൻഫ്ലുവൻസ്. അതിന് ദേവേട്ടൻ വന്നൂലോ. അപ്പോ ഇപ്പോ ദാ ആൽത്തറയിൽ കിടക്കുന്നു, ഞാൻ കണ്ടല്ലേ. എന്താ ഇയാള് കളിക്കുക? ഒരാഴ്ചക്കും പറയണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല ഹോം മിനിസ്റ്റർ പറഞ്ഞത്. എന്താ അങ്ങനെ ചെയ്തത്? ഈ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു ഡിന്നർ. ആ സമയത്ത് ഒരു വാക്ക് എന്നോട് പറയണ്ടേ? പറയില്ല, എനിക്കറിയാം. ഞാൻ ഫയർ ചെയ്തോളാം. ശരി ശരി. ചെറിയച്ച, ദേവേട്ടൻ വന്നു. അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനയും പോയി, രാജാവും പോയി, മന്ത്രി അങ്ങോട്ട് വെട്ടി. അമ്മൂന്ന് തിടുക്കയില്ല അച്ഛാ. ഒരു വര അങ്ങോട്ട് ഇരിക്കാം. എന്താ? അപ്പോ അപ്പോ എന്തൊരു ഉറക്ക ഇത്? എത്ര നേരായി? എണീക്ക്. അപ്പോ ദേവേട്ടൻ വന്നു. നമ്മുടെ ദേവേട്ടൻ. ദേവേട്ടൻ വരണു. ഓപ്പോൾക്ക് തോന്നിയതാവും. അല്ലാന്ന്, ഞാൻ ദേവേട്ടനെ കണ്ടു, സംസാരിച്ചു. നിനക്ക് ഇനിയും വിശ്വാസമായില്ല അല്ലേ? വേണ്ട, കാണാലോ. ഒന്ന് പോയി കുളിക്കാൻ നോക്കന്റെ അപ്പു. അച്ഛൻ വരാറായി. ചെല്ലപ്പൂ. വിശാലാക്ഷി ടീച്ചറെ, നമ്മുടെ നമ്പൂരി ഭാഷ ഒരു രസികൻ ശ്ലോകം ചൊല്ലിയില്ലേ? എനിക്കതൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. സരസിജമുഖിയാളാം ശാന്ത പാർക്കുന്ന വീട്ടിൽ കഥവുകളടയാറില്ല അർദ്ധരാത്രിക്കു പോലും. അവളുടെ അനുജത്തി മാനേജർക്ക് ഇതല്ലാതെ വേറൊരു വിചാരമില്ല. ആദ്യം തുപ്പല നടക്കട്ടെ. എന്താ കാര്യം? അല്ല അല്ല, നമ്മുടെ കൂടെ കണ്ടില്ല. അവൻ ഊരു ചുറ്റല്ല. വിശാലാക്ഷി, നന്ദിനി, ഗോവരി. ഇതിൽ എന്റെ STD ഉണ്ടല്ല. എങ്ങനെ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു ജോലിക്ക് വേണ്ടി എന്നെ സമീപിച്ചവരും ഇവിടെ എല്ലാം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ദേവം വന്നു. ആളുകൾ പലതും പറയുന്നുണ്ട്. കണ്ട ഒരു സന്യാസിയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഇനി ആരുടെയൊക്കെ കൈയും കാലും തലയൊക്കെ പോകാൻ പോണെന്ന് ആര് കണ്ടു? തനിക്കെന്താ പ്രാന്തുണ്ടോ? താൻ അവനെ നേരിട്ട് കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല. ഇത് തന്നെ എന്നോട് പറഞ്ഞവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. 4-5 കൊല്ലം മുമ്പ് കാശിയിൽ കണ്ടുവന്ന് ചിലർ, രാമേശ്വരത്തെ കണ്ടെന്ന് വേറെ ചിലർ, തിരുപ്പതിയിൽ ചത്തു കിടക്കുന്നു നാട്ടുകാർ. ഇപ്പത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവരാരിപ്പോ ദൈവോ? എടോ, മജിസ്ട്രേറ്റും ജഡ്ജിയും ഒക്കെ ഇവനെ 14 കൊല്ലം ജയിലിൽ കിടത്തിക്കോളാമെന്ന് എന്റെ ഉള്ളം കയ്യിൽ അടിച്ച് സത്യം ചെയ്തതാ. എന്നിട്ടിപ്പോ മിനിസ്റ്റർ എന്നോട് STD പറഞ്ഞതാ, ഗോപാൽജി ഇവനെ അകത്തിട്ടോളാന്ന്. എന്നിട്ട് ഇങ്ങനെ ചെയ്തെന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ വിപ്ലവവും അവശജനോദ്ധാരണവും അവർണപ്രണയവും കണ്ടപ്പോഴേ തോന്നിയതാ ഇതൊടുക്കാം സന്യാസത്തിലെ അവസാനിക്കുമെന്ന്. ഇനിയിപ്പോ ബ്രഹ്മത്തൻ എന്താ ചെയ്യാൻ നോക്കാം. നന്നായി. മരുമകനെ ആട്ടിപ്പുറത്താക്കിയ മഹാനാണല്ലോ സർവകലാവല്ലഭനായ വലിയ തിരുമേനി. തിരിച്ചു വന്ന മരുമകനെ
ഇനി പുറത്ത് നിർത്തുവോ അകത്ത് കയറ്റുവോ ഒന്നും നോക്കാം. ഇതെന്താ ഒരു പിണക്കം പോലെ? ഇങ്ങനെ ഒരുത്തിയെ കുറിച്ച് ഒരു വിചാരം പോലും ഇല്ല. തിരുമേനിയെ പണ്ടേ എനിക്കിഷ്ട. അതെ, ശൃംഗാരം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ തെക്കേപ്പാട്ടെ ആ കോന്തം നായരെടുത്ത് മതി കേട്ടോ. ആ തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ ആചാര തേടി അങ്ങോട്ട് വരികയായിരുന്നു. എന്താ തോമേ പ്രത്യേകിച്ച്? എനിക്കൊരാഗ്രഹം കുറച്ചു കാലമായിട്ടോ തുടങ്ങിയിട്ട്. അനക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആഗ്രഹാവില്ല, ദുരാഗ്രഹാവും. ഞാൻ ഇന്നൊന്നലും കണ്ടുടങ്ങിയതല്ലോ. ആചാര ഞാൻ ഒരു 6 പിശുക്കനാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സറിഞ്ഞൊരു നല്ല കാര്യം ചെയ്യാൻ പോവാ. അതിന് കൂട്ടുപിടിക്കാൻ ഈ നാട്ടിൽ 2 ആളേ ഉള്ളൂ. ഒന്ന് ആചാരും, ഒന്ന് ആ ബ്രഹ്മദത്തം തിരുമേനിയും. കാര്യം കാണാൻ ഈ ചന്തള്ള വർത്താനം പറയാൻ നിനക്ക് മനസ്സിലായി. എന്താ എന്റെ പുറപ്പാട് കേക്കട്ടെ. എന്റെ അപ്പന്റെ പാവനസ്മരണയ്ക്ക് വേണ്ടി ഒരു ആശുപത്രിയും സ്കൂളും കെട്ടിക്കലോ എന്ന് വിചാരിക്കണം. അപ്പന്റെ പേര് ദാ ഇങ്ങനെ ലോന കുഞ്ഞുപറീതിന്റെ പാവനസ്മരണയ്ക്കായിന്ന് മാർബിളിൽ വെണ്ടയ്ക്ക അക്ഷരത്തില് കൊത്തിവെക്കുന്നത് കാണാൻ ഒരു കെമന്യല്ല എന്റെ പൊന്നാചാരെ. ചുരുക്കം പറഞ്ഞ അന്റെ പൊങ്ങച്ചത്തിന് ഞാൻ കൂട്ടുവെക്കണം അല്ലേ? ഇവിടെ പൊങ്ങച്ചത്തിന്റെ പ്രശ്നമില്ല, ദാനധർമ്മണം നടത്തണത്. അനക്ക് സ്കൂളും ആശുപത്രിയൊക്കെ പണിയാൻ സ്ഥലം വേണം. ബ്രഹ്മദത്തന്റെ സ്ഥലം കൊടുക്കാൻ പോണൂന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞ് എനിക്ക് ഇടപാടാക്കി തരണം. അതിനല്ലേ ഈ പയമ്പുരാണൊക്കെ നമ്മളോട് പറഞ്ഞ്. എന്റെ കുട്ടൻസ് കറക്റ്റ് ആയിട്ട് ഹാജിയാർക്കും മനസ്സിലായി അല്ലേ? തിരുമേന്റെ അടുത്ത് പറയാൻ പറ്റിയ ആള് ഹാജിയാരാ. തോമേ, ഞാൻ മൂപ്പരോട് ഇക്കാര്യം പറയാം. പക്ഷേ ആ നല്ല മനുഷ്യനെ വെറുതെ ഒരു ഇടങ്ങറിലേക്ക് വലിച്ചഴിച്ചൂന്ന് പറയിപ്പിക്കാനുള്ള ഇടവരുത്തരുത്. ഈ നല്ല മനഃശുദ്ധിയോട് കൂടെ തന്നെയല്ലേ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ഹാജിയാർക്ക് വിശ്വാസം പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? തിരുമേനിക്ക് യഥാർത്ഥ വില കൊടുക്കാന്നേ, വെറുതെ വേണ്ട. എന്നാ ഈ ഒരു കാര്യം ചെയ്യേ, നാളത്തെ കഴിഞ്ഞിട്ട് വാ, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോയി സംസാരിക്കാം. എന്താ? ശരി. വന്നുവല്ലേ? ഇവിടെ ഒരു ശുദ്ധികലശം ആവശ്യമാ. ഒരിക്കൽ ഉളിയെടുത്തപ്പോ ഒരു നെല്ലിട വ്യത്യാസത്തിൽ പണിതതാ നമ്മുടെ കൂത്തമ്പലം. ഇനി ഉളിയെടുത്താൽ നെല്ലിടയല്ല. എന്തിനാ കൃഷ്ണൻകുട്ടിയെ നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണേ? നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല. നാട്ടുകാരല്ലോ എന്റെ പ്രശ്നം. ദേവൻ വന്നു എന്ന് കേട്ടപ്പോ തീരെ വിശ്വസിക്കാൻ തോന്നിയില്ല. നേരിട്ട് കണ്ടപ്പോഴാ ശ്വാസം നേരെ വീണത്. എവിടാന്ന് വെച്ചിട്ട് അന്വേഷിക്കുക? ഇല്ലത്തേക്ക് പോണില്ല എന്നറിഞ്ഞു. നിക്ക അങ്ങനെ അങ്ങ് പോയാലോ? ഞാനൊരാശ്രയം തരാൻ വന്നതല്ലേ. ശ്രീദേവിയുടെ വീട്ടിലേക്കാണെങ്കിൽ ദേവന് പോവാൻ സാധിക്കില്ല എന്നറിയാം. പാവം കുട്ടി. എല്ലാം ഓർമ്മകളായില്ലേ? തമാശ കൊള്ളാം, പക്ഷെ കൊച്ചുകൊടുപ്പങ്കാലത്തെ അങ്ങ് ഊതല്ലേ. അതിനുള്ള ആരോഗ്യം കാണാനില്ല. ഞാൻ തൊട്ടാ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോവും. നിങ്ങൾ ഉൾപ്പെടെ അന്ന് തന്നെ കൊലയാളിയാക്കാനല്ലേ ശ്രമിച്ചത്? അതായിരുന്നില്ലല്ലോ യാഥാർത്ഥ്യം? ആണോ? എന്നിട്ട് ഇപ്പോ പാവം കുട്ടി. ഇപ്പൊ പൊക്കോ. ദേവന്റെ ഈ അവസ്ഥയിൽ നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. ഒരു ചെറിയ അമ്മാവന്റെ സ്ഥാനം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പോട്ടെ. അപ്പോ അംഗീകാരം സ്ഥാപിക്കലാണ് ഈ ക്ഷണത്തിന്റെ പിന്നിൽ. ഒന്നുകൂടെ കേട്ടിട്ട് പോവാ. അർഹതയില്ലാത്ത സ്ഥാനം അവിടെയും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ബ്രഹ്മദത്തൻ തിരുമേനിയെ, എന്റെ അമ്മാവനെ ഇന്നും ബഹുമാനിക്കുന്ന അനന്തരവനാ ഞാൻ. അങ്ങേരുടെ ദേഹത്തെങ്ങാനും തന്റെ കാറ്റേറ്റെന്ന് അറിഞ്ഞാൽ കരിച്ച് ചാമ്പലാക്കും ഞാൻ. പോണം. ഭജനം ഭജനം എന്ന് പറഞ്ഞ കാർത്തിയാനിയും എപ്പോഴും ഓരോരോ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവസാനം അതിന്റെ തലയ്ക്ക് വല്ല നൊസും വരുമോ എന്നാണ് എന്റെ പേടി. ആർക്കും ഒരു ചുക്കും വരില്ല. പിന്നെ കാർത്തിയായനിയമ്മ രാവുണ്ണി നായരെ ഭജിച്ച് തെക്കേപ്പാട്ട് തന്നെ കൂടിയാൽ നമ്മുടെ കളികൾ വല്ലതും നടക്കുമോ? ആ മനക്കിലെ ഭൂമി ആരുടെ പേർക്കാ വാങ്ങിയിരിക്കണേ? ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല കുട്ടി. അത് ഞാൻ തോമയെ കൊണ്ടൊരു കളി കളിപ്പിച്ചതാ. ഒരു മഴ മുമ്പേ എറിഞ്ഞെന്നേ ഉള്ളൂ. കൊള്ളേണ്ടടുത്ത് കൊള്ളും, അല്ലെങ്കിൽ കൊള്ളിക്കും. ആരാ നോക്കിട്ട് വാ.
ആ എന്താ വിശേഷിച്ച്? അമ്പല കമ്മിറ്റി മുഴുവനുണ്ടല്ലോ. അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലാച്ചാ ഇത് എന്നെ സ്ഥിതി. ഒരു പ്രശ്നം വെച്ച് നോക്കിയാലോ? തെക്കേപ്പാട്ട് തറവാടിന് ഒരർത്ഥത്തിൽ പരദേവതാ സ്ഥാനമാണ് ഈ അമ്പലത്തിന്. അതുകൊണ്ട് പ്രശ്നം വെക്കുകയാണെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം തന്നെ വേണം. അതിനൊക്കെ വലിയ പണച്ചെലവാവില്ലേ? പരിഭ്രമിക്കണ്ട, ചെലവ് ഞാൻ വഹിച്ചോളാം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ പറയുന്ന ജ്യോത്സ്യന്മാരെ കൊണ്ടുവരണം. അവര് ചിലത് തുറന്നു പറയും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും വേണം. എങ്കിൽ പിന്നെ വേലയ്ക്ക് മുമ്പ് നടത്തണല്ലേ സൗകര്യം? അതാ ശരി. ഇനി താമസിക്കണ്ട. അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയാൽ ഇപ്പോ ദേവന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന പലരുടെയും മൂടുപട മൂർന്നു വീഴും. അമ്പലത്തിലേക്ക് പൊക്കോളൂ, ഞാനിതാ വന്നു. ശരി. വരൂ. നമസ്കാരം സർ. നമസ്കാരം. സാവിത്രി ഈ നാട്ടിലെ വലിയ ആളായെന്നൊക്കെ കേട്ടല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകയായിക്കൂടെ? വലിയ ആളൊക്കെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക്. ഞാനൊരു എളിയ സേവനം ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമുണ്ടോ സർ? അതും ശരിയാണ്. അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തതിന് സമൂഹത്തിലെ ഉന്നതന്മാർക്കൊപ്പം രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങേ അതിൽ നിന്നും വിഭിന്നമായി കണ്ടതുകൊണ്ട് വകുപ്പ് മന്ത്രിക്ക് തന്നെ നിവേദനം നൽകാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണെന്ന് സാവിത്രി ഓർക്കണം. മനുഷ്യന്റെ നന്മയ്ക്ക് എടുക്കേണ്ടതായ തീരുമാനങ്ങൾക്കൊക്കെ കൂട്ടുകക്ഷി സർക്കാർ ഒരു വിലങ്ങുതടിയാവുമെങ്കിൽ പിന്നെന്തിനാ സർ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കണേ? സാവിത്രി, നിങ്ങളെപ്പോലുള്ളവർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തും പറയാം. ഈ കസേരയിൽ കയറി ഇരുന്നാലേ അതിന്റെ വിഷമങ്ങൾ അറിയൂ. ഘടകകക്ഷികളെ നമുക്ക് വെറുപ്പിക്കാൻ ഒക്കില്ലല്ലോ. ക്ഷമിക്കണം സർ. ഒരു വിപ്ലവ പാർട്ടിയുടെ ആദർശധീരനായ ഉന്നത നേതാവെന്ന നിലയിലാണ് ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നത്. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ രാജിവെക്കണോ? ആര് പറഞ്ഞു? ഇന്ന് തന്നെയോ? ഞാൻ ഉടനെ പുറപ്പെടുവേ. വേറെ വകുപ്പ് പോലും ഉണ്ടാവോ? ശരി ശരി ശരി. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ നില തന്നെ അപകടത്തിലാ. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ടാണ് സ്ത്രീവിമോചനമൊക്കെ. സാവിത്രി പോയിക്കോളൂ. സാവിത്രിക്കുട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ ഒട്ടും ബേജാറാവല്ല. സന്തോഷിക്കാനാണെങ്കിൽ പെരുത്തുണ്ടേനി. ഞാൻ മൂപ്പത്തിയുടെ ഒരു പ്രസംഗം കേട്ട് എന്താ അതിനെ പറ്റി പറയാ. ഈ വെടിക്കെട്ടിന്റെ അവസാനത്തെ പൊരിച്ചലില്ലേ, അതുപോലെയാ. ഞാനും അറിയുന്നുണ്ട്. എല്ലാവർക്കും അവളെ വലിയ കാര്യാ അല്ലേ? തെറ്റ് ചെയ്യാത്തവർക്ക് എപ്പോഴും പടച്ചോന്റെ കൃപ ഉണ്ടാവും. ഇങ്ങനൊക്കെ ആണെങ്കിലും അവളുടെ ഉള്ളില് പുകയുന്ന കനലുകൾ കുറേയേറെ ഉണ്ട്. അതില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാ ഈ ദുനിയാവില്? ശരിയാണ്. അവൾ ഏതായാലും സന്തോഷവതിയാണ്. അത് മാത്രം നിങ്ങൾ ഓർത്താ മതി. നിങ്ങളാ ചെല്ലണ്ടെടുക്കി. ആളുകൾ പലതും പറയും അപ്പു, അതൊന്നും കാര്യമാക്കണ്ട. വേണ്ടത് വേണ്ട സമയത്ത് ഞാൻ ഉപദേശിക്കും, അതനുസരിച്ചാ മതി. ഏത് എന്റെ മരുമകനുണ്ടല്ലോ ഒരുത്തൻ, കുറുവടി, കുരുത്തൻ കെട്ടവനാ. അവനെ അകലെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പോവാ. അപ്പു ആണ് ഇനി എന്റെ ഒരു ബലം. പല കാര്യങ്ങളും ഇനി ഞാൻ അപ്പുവിനെ ഏൽപ്പിക്കും. അവിടെ അപ്പു മിടുക്ക് തെളിയിക്കണം. പൊക്കോളൂ. അപ്പു, പോകുന്ന വഴി PWD ഓഫീസിലെ ആ സ്വാമി ഉണ്ടല്ലോ, സുബ്ബയ്യൻ, അയാൾ എന്നെ അർജന്റായിട്ട് ഒന്ന് കാണാൻ പറയണം. ശരി. ഇതുവരെ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് നിരീക്കായിരുന്നു. നാട്ടിൽ വന്നാലും വല്ലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് കാണാനും സംസാരിക്കാനും ദേവേട്ടിന് സമയമില്ല എന്ന് വെച്ചാ കഷ്ടമാണ്. മുമ്പ് പലപ്പോഴും സാവിത്രി എന്നോട് ചോദിക്കുകയും ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുള്ളതാ. കത്തുന്ന ഒരു മനസ്സുമായിട്ടാണ് തിരിച്ചു വന്നത്. ദേവേട്ടനെ കുറിച്ച് അച്ഛൻ ഇന്നും അന്വേഷിച്ചു. ഞാനായിട്ട് ചെന്ന് വിളിക്കില്ല എന്ന് അച്ഛൻ.
വിളിച്ചാലും വരില്ല എന്ന് ദേവേട്ടൻ. ഇതിനിടെ കിടന്ന് ബാക്കിയുള്ളവര് നേറുക. സാവിത്രി പോക്കോളൂ. എന്തിനായി പറഞ്ഞു തന്നെ വീണ്ടും പറയണേ? ദേവേട്ടനോടല്ലാതെ ആരോടാ ഞാനീ സങ്കടം പറയാ? അപ്പുന്റെ ജോലിക്കാരി അറിഞ്ഞില്ലേ? അറിഞ്ഞു. വേണ്ടായിരുന്നു. ഞാൻ ഗുണദോഷിച്ചു നോക്കി. അപ്പൊ വാശി കൂടുകയാണ്. ഒരു ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിലും ഭേദം. അത് അപ്പൂനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അവനൊരു ഉപകരണം മാത്രം. അവനെ നമ്മളിൽ നിന്ന് അകറ്റി അമ്മാവനോട് എന്നോടുള്ള പക പോക്കാനാ. അയാൾക്കൊക്കെ രസമല്ലേ? ആ എന്താ മമ്മത്? ഞാൻ ഇല്ലത്ത് പോയിരുന്നു. സാവിത്രിക്കുട്ടി ഒക്കെ പറഞ്ഞു. മനസ്സിലായി. ദേവന്റെ കാര്യല്ലേ? സ്വന്തം മോനെ പോലെ വളർത്തിയവനെ എനിക്കറിയാലോ. എന്തുണ്ടായി? പടിയടിച്ച് പിണ്ട കൂട്ടേണ്ടി വന്നു. അവസാനം തിരിച്ചു വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഇല്ലത്തേക്ക് കയറാണ്ട് നടക്ക. എത്ര കാലം ഇങ്ങനെ പോകുന്നു ഞാൻ നോക്ക. സുഹൃതക്ഷയം അല്ലാണ്ടെന്താ? ഒരു മോനുള്ളത് ചൊല്ലുള്ളി ഇല്ലാണ്ട് നടക്ക. ഒക്കെ കലങ്ങി തെളി. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. ഇല്ലടോ, കണക്കൂട്ടിലൊക്കെ തെറ്റി. എന്റെ മോള് ഒരു സമാധാനവും ഇല്ല ഓൾക്ക്. മമ്മ തോന്നി ചെയ്യ. ദേവനെ കണ്ടെന്ന് ഉപദേശിച്ചു നോക്കുക. നന്നാവണമെങ്കിൽ നന്നാവട്ടെ. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. ഓ നല്ലോനാ, പറഞ്ഞാ മനസ്സിലാവണോനാ. ബേജാറാവണ്ട, പോയിക്കോളി. സമാധാനായിട്ട് പോയിക്കോളി. ആ വിധത്തിൽ ചിന്തിച്ചു തുടങ്ങാം. ലഗ്നത്തിന്റെ 7-ൽ ചൊവ്വ, 8-ൽ കേതു, 9-ൽ ശനി, 11-ൽ വ്യാഴം, 6-ൽ ചന്ദ്രൻ, മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായ സൂര്യൻ എന്നിങ്ങനെയാണ് രാശിപ്രമാണം. ദേവപ്രശ്നത്തിൽ തുലാലഗ്നം കിട്ടിയ സ്ഥിതിക്ക് സംഗതിയാകെ വഷളായിട്ടാണ് കാണുന്നതല്ലേ? തന്ത്രിയുടെ അനാസ്ഥ, അഴിമതി മുതലായവയാണ് ഇനി ഇവിടെ പ്രതിപാദിക്കേണ്ടത്. അനുഷ്ഠാനങ്ങള്, നിവേദ്യങ്ങള്, പൂജാതി കർമ്മങ്ങൾ തൊട്ട് അടിച്ചുതെളി വരെയുള്ള എല്ലാ കാര്യങ്ങളും യാതൊരു കൃത്യനിഷ്ഠയില്ലാതെയാണ് നടക്കുന്നത്. മേൽശാന്തിയുടെ അഭിപ്രായം കൂടെ കണക്കിലെടുക്കണ്ടേ? അതെങ്ങനെ? എല്ലാം എനിക്കറിയാമെന്ന് ഒരാളങ്ങ് തീരുമാനിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ നാട്ടുകാരാണ്. അത് പിന്നെ പറയാനുണ്ട. മേൽശാന്തിയുടെ അഭിപ്രായത്തെ മാനിക്കാതെ തന്ത്രിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പൂജാതി കർമ്മങ്ങൾ നടത്തി നടവരവിന് വിഘ്നം വരുത്തുകയും സ്വയം ധനവാനാകുകയും ചെയ്യുന്നുവെന്ന് വേണം ചിന്തിക്കാൻ. പൂർണ്ണമായ ശുദ്ധി പരിപാലിക്കുന്നുണ്ടോ? അശുദ്ധി പ്രശ്നം തുടങ്ങിയപ്പോഴേ കണ്ടതാ. ക്ഷേത്രവസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടതായി കാണാം. അത് തന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് വേണം കരുതാൻ. കപട ജോലിസ് നടത്തി തുലാലഗ്നം തന്നെയാണ് കിട്ടിയതല്ലേ? പ്രശ്നം വെച്ചപ്പോ അമ്മാവൻ അഴിമതിയും ധൂർത്തും നടത്തി നാട് മുടിച്ചു എന്ന് കേട്ടപ്പോ മരുമകന് സങ്കടം വന്നു അല്ലേ? ആ പാവൻ ജോത്സ്യനെ അല്ല അടിക്കേണ്ടത്. ആ ആൾക്കിട്ടൊന്ന് കൊടുക്ക. നടയടച്ച ശേഷം തിടപ്പള്ളിക്കകത്ത് വെച്ച് വാരസ്യാര് പെൺകുട്ടികളോട് നമ്പൂരാക്കന്മാർക്ക് ശൃംഗരിക്കാം അല്ലേ? അത് നിന്റെ ദേവപ്രശ്നത്തിൽ കണ്ടോ? ഭണ്ഡാരം എണ്ണിയപ്പോ കിട്ടിയത് ക്ഷേത്ര കമ്മിറ്റിക്കോ അതോ ദേവിക്കോ? അഷ്ടപതിക്കാരന് ഇടയ്ക്കയിൽ ഒളിച്ച് ചാരായം കൊണ്ടുവന്ന് അമ്പലത്തിനകത്ത് വെച്ച് സേവിക്കാം അല്ലേ? ക്ഷേത്രം വക ജംഗമ വസ്തുക്കളിൽ പലതും തെക്കേപ്പാട്ടെ അറയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് നിന്റെ ദേവപ്രശ്നത്തിൽ കാണുന്നുണ്ടോ? എന്റെ കൂടെ വന്നാൽ പലതും ഞാൻ കാണിച്ചു തരാം. ഒരു കാരണവുമില്ലാതെ ഒരാളെ പരസ്യമായി അവഹേളിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നിങ്ങൾക്ക് എന്നും ഇദ്ദേഹം നല്ലതേ ചെയ്തിട്ടുള്ളൂ, അത് മറക്കരുത്. അതെ,
പൊയ്ക്കോ. ആരെ എനിക്ക് കാണണ്ട. അവന്റെ അമ്മയുടെ ദേവപ്രശ്നം. അല്ല, തന്ത്രിയെ മാറ്റാൻ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഈ വക വേഷം കെട്ടലുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. പൊയ്ക്കോ അവിടുന്ന്. വേഷം കെട്ടലുകളുമായി നടക്കുന്നു. അങ്ങാടി പോണ കാര്യം പറഞ്ഞേ. ആ നിന്നോട് ഞാൻ പഴനിക്ക് പോണമെന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. എന്നിട്ട് പോയില്ല. പോയില്ലേ? ഇല്ല, പോണില്ല. കാരണം തല മൊട്ടയടിക്കാറായിട്ടില്ല, അത്ര തന്നെ. എന്നാൽ ഒരുങ്ങിക്കോ. ഇന്ന് രാത്രി കാർത്തിയാണമ്മയുടെ അത്താഴം പഴനിയിലായിരിക്കും. നിങ്ങളൊന്നിട്ട് വന്നേ. ഇപ്പൊ ബോധ്യായില്ലേ? അകത്തായാലും പുറത്തായാലും നിങ്ങക്ക് താങ്ങും താണല്ലോ ഈ ദേവ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവൻ നല്ലവനാ. ഇന്നലെ തോമ വന്നിരുന്നു. സ്ഥലത്തിന് വിലയായിട്ട് എത്ര ഉറുപ്പിയ തരേണ്ടതെന്ന് ചോദിച്ചു. മമ്മദിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു ഞാൻ. അത് ശരി. അപ്പൊ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ല, എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഇന്നത്തെ കാലത്ത് 4 കെട്ട് 8 കെട്ടൊക്കെ ഒരു ഭാരം തന്നെയാ. മനസ്സുണ്ടായിട്ടല്ല. ആശുപത്രിയും കോളേജും ഒക്കെ വെക്കാനാണ് തോമ പറഞ്ഞപ്പോ കൊടുക്കാമെന്ന് തോന്നി. കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ വില അത് നമ്മൾ തീരുമാനിച്ചാൽ ശരിയാവോ? മമ്മദിന്റെ തീരുമാനം എന്തായാലും എനിക്ക് സമ്മതാ. വേഗം വിളക്ക് വെച്ച് പൊയ്ക്കോളൂ. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. കൃഷ്ണൻകുട്ടി ഇവിടെ ഉണ്ട്. പൊയ്ക്കോളാൻ.